സിനിമയാണ്. ഭയങ്കര ഇമോഷണലാണ്. ഞാൻ തമിഴ്നാട്ടിലൊക്കെ പൊളിറ്റിക്കൽ മൂവീസും മാരി സെൽവരാജ്, പാരജിത്ത്, വെട്ടർമാരനൊക്കെ എടുക്കാറുണ്ട്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഭയങ്കര ടോവിനോയുടെ കരിയർ ബെസ്റ്റാണ്. ARMന്റെ ശേഷം അടുത്ത ഹിറ്റ്. ടോവിനോയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ടെക്നിക്കലൊക്കെ സൂപ്പറായിട്ടുണ്ട്. സബ്ജക്റ്റ് വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ അതിൻ്റെ ഹിസ്റ്ററിയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണോ എന്ന് അറിയില്ല, പക്ഷേ ആ സംഭവത്തെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോ തോമസ് കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് വിജയുടെ BGM കൊള്ളാം. ടോവിനോ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവർക്കും ക്യാരക്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂവിയാണ്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസാണ്. പക്ഷേ ടോവിനോ നമ്മൾ ഇത്ര നാൾ കണ്ട ഒരു എക്സ്പ്രഷനോ ഒന്നും അല്ല. പുള്ളിക്കാരൻ വേറെ രീതിയിലുള്ള ആക്ടിങ് ചെയ്തിരിക്കുന്നത്. ടോവിനോയുടെ അടുത്ത 100 കോടി പടം നന്നായിട്ടുണ്ട്. നല്ല ക്യാമറ, നല്ല 2 സോങ്സ് ഉണ്ട്, ആക്ഷൻ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു പടം. പൊളിറ്റിക്കലി വളരെ റെലവൻ്റായിട്ട് സിനിമയാണ്. നല്ല പടം. ടോവിനോയുടെ അഭിനയങ്ങൾ, സുരാജിൻ്റെ അഭിനയം അടിപൊളി. നല്ല മൂവിയാണ്, ക്ലാസ് മൂവിയാണ്. നമ്മൾ തമിഴിലെ വെട്രിമാറിൻ്റെയൊക്കെ സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി ടെക്നിക്കലി എല്ലാം കൊണ്ടും ഫൈൻ പെർഫോമൻസസ്. നല്ല മൂവിയാണ്. നല്ല ഫിലിം നന്നായിട്ടുണ്ട്, സൂപ്പർ പടം. ടോവിനോയുടെ അടുത്ത 100 കോടി പടം നന്നായിട്ടുണ്ട്. നല്ല ക്യാമറ, നല്ല 2 സോങ്സ് ഉണ്ട്, ആക്ഷൻ എല്ലാം കൊണ്ട് തികഞ്ഞ ഒരു പടം. നന്നായിട്ടുണ്ട്. പടം നല്ല പടം. നല്ല സിനിമ, തിയേറ്ററിൽ കാണേണ്ട പടം. നല്ല പെർഫോമൻസ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട്. ആത്മകഥമായിട്ടുള്ള സിനിമയാണ്. സോങ്സ് ആയാലും എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പോലീസും മറ്റേ ട്രൈബൽസുമായിട്ടുള്ള ഫൈറ്റൊക്കെ കിടിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ടോവിനോക്ക് അടിപൊളി. പക്ഷേ ടോവിനോ നമ്മൾ ഇത്ര നാൾ കണ്ട ഒരു എക്സ്പ്രഷനോ ഒന്നും അല്ല. പുള്ളിക്കാരൻ വേറെ രീതിയിലുള്ള ആക്ടിങ് ചെയ്തിരിക്കുന്നത്. ടോവിനോയുടെ മേക്കിംഗ് തന്നെയാണ്. ഇപ്പോൾ ഇഷ്കിന് ശേഷം എൻ്റെ മനോഹർ നരിവേട്ട വരുമ്പം സൂപ്പർ മേക്കിംഗ് ആണ്. ടോവിനോയുടെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്. മ്യൂസിക് ആണെങ്കിലും വിഷ്വൽസ് അടിപൊളിയായിട്ട് നടന്ന സംഭവത്തെ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. ഗംഭീര സിനിമ, അടിപൊളി സിനിമയായിരുന്നു. കഥ കൊള്ളായിരുന്നു. പിന്നെ എല്ലാവരും അഭിനയം അടിപൊളിയായിരുന്നു. ടോവിനോ മുമ്പത്തെ സിനിമയൊക്കെ നല്ല ഇമ്പ്രൂവ് ആയി അഭിനയമൊക്കെ. പിന്നെ സുരാജും അടിപൊളിയായിരുന്നു. പിന്നെ ജെയ്ക്സ് വിജയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. പിന്നെ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, കിടിലായിരുന്നു. ചേട്ടാ നൈസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ടോവിനോ തോമസ് കൊള്ളാം, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയ്ക്സ് വിജയുടെ BGM കൊള്ളാം. ടോവിനോ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ എല്ലാവർക്കും ക്യാരക്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മൂവിയാണ്. പക്ക തിയേറ്റർ എക്സ്പീരിയൻസാണ്. നന്നായിരുന്നു, പടം നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് വളരെ നന്നായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ വിഷയമാണ്. കേരളത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ അതിൻ്റെ ഹിസ്റ്ററിയായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആണോ എന്ന് അറിയില്ല, പക്ഷേ ആ സംഭവത്തെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടം, മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ടോവിനോയുടെ കരിയറിലെ സൂപ്പർ. ടോവിനോയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി ടെക്നിക്കലൊക്കെ സൂപ്പറായിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ആണ്. ഇമോഷണലി കണക്ട് ആവും ചേട്ടാ. കിടിലം പടമാണ്. സൂപ്പർ നല്ല പടം, സൂപ്പർ പടം. ടോവിനോയുടെ കരിയർ ബെസ്റ്റാണ്. ARMന്റെ ശേഷം അടുത്ത ഹിറ്റ്. വേറെ പാട്ടും BGM ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ജെയ്ക്സ് വിജയുടെ സൂപ്പറായിരുന്നു BGM ഒക്കെ. സിനിമയാണ്. ഭയങ്കര ഇമോഷണലാണ്. ഞാൻ ഭയങ്കര തിയേറ്റർ വാച്ചാണ്. എടുത്തു പറയത്തക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പൊളിറ്റിക്കൽ മൂവീസും മാരി സെൽവരാജ്, പാരജിത്ത്, വെട്ടർമാരനൊക്കെ എടുക്കാറുണ്ട്. അതേപോലെ ഒരു പൊളിറ്റിക്കൽ മൂവി. നമ്മുടെ നാട്ടിൽ ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഭൂസമരങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ഭൂസമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭൂസമരങ്ങൾക്ക് വേണ്ടി അതിൻ്റെ ഒരു പണ്ട് നടന്ന 2002 നടന്നൊരു ഭൂസമരത്തിൻ്റെ നേർചിത്രം എടുത്ത് വെച്ചേക്കോട്ടെ. അതിൻ്റെ സ്റ്റോറി ടെല്ലിങ് വേറെ രീതിയിലാണ്. പക്ഷേ മേക്കിംഗ്, എഡിറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഭയങ്കര മസ്റ്റ് വാച്ചാണ്. നമ്മൾ ഇമോഷണലായിട്ട് ഇന്നാവും ഉള്ളിലോട്ട്. അപ്പം അത്യാവശ്യം നല്ല മൂവിയാണ്. മേക്കിംഗ് ഒക്കെ നല്ല ഇതായിരുന്നു. പിന്നെ ട്രൈബലിനകത്തുള്ള ഒരു അവർക്കുള്ള ഒരു ഇമോഷണലൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫീൽ ആവും. പടം കൊള്ളാം, നല്ല മൂവിയാണ്.